കാർത്തിനിയിൽ ഞങ്ങൾക്ക് ടൈഗർ പ്രോൺസിൻ്റെ പല പ്രിപ്പറേഷനും ഉണ്ട്. ഇന്നിപ്പോൾ ഇവൻ ചെയ്യാൻ പോകുന്നത് ടൈഗർ പ്രോൺസിൻ്റെ കേരള സ്റ്റൈൽ ഫ്രൈ ആണ്. ഹായ്, വെൽക്കം ടു കാർത്തിനീസ് കിച്ചൺ. ഐ എം ഷെഫ് ജീന. ഇത് എൻ്റെ ബാക്ക് ബോൺ ആയ കാർത്തിയനീൻ്റെ എൻ്റെ കോർപ്പറേറ്റ് ഷെഫായ എൻ്റെ കാർത്തിയനി നെടുമ്പാശ്ശേരി, എൻ്റെ കാർത്തിയനി അറ്റ് കൊച്ചി ആൻഡ് എൻ്റെ കാർത്തിയനി ചേർത്തല എൻ്റെ കോർപ്പറേറ്റ് ഷെഫായ ഷെഫ് ഷെഫീഖ് എൻ്റെ ബാക്ക് ബോൺ ആണ്. സോ ഇന്നിപ്പം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് കാർത്തിയനിയിൽ ഞങ്ങൾക്ക് ടൈഗർ പ്രോൺസിൻ്റെ പല പ്രിപ്പറേഷനും ഉണ്ട്. അപ്പോൾ ടൈഗർ പ്രോൺസ് കാന്താരി ഉണ്ട്, ടൈഗർ പ്രോൺസ് കാർത്തിയനി സ്പെഷ്യൽ ഉണ്ട്. ആൻഡ് ഇന്നിപ്പോൾ ഇവൻ ചെയ്യാൻ പോകുന്നത് ടൈഗർ പ്രോൺസിൻ്റെ കേരള സ്റ്റൈൽ ഫ്രൈ ആണ്. സോ ഷെഫീഖ് സ്റ്റാർട്ട് ചെയ്തോ. നീ എന്താണ് ഫസ്റ്റ് ഫ്രൈയിലുള്ള അരപ്പാണ് അവൻ കാണിക്കാൻ പോകുന്നത്. ആദ്യം മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യണത് കൂടുതലും. അതെ, ടർമറിക് പൗഡർ, പിന്നെ സോൾട്ട്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് വിനീഗർ, പിന്നെ കുറച്ച് വേപ്പില. നന്നായിട്ട് മിക്സ് ചെയ്യണം. ടൈഗർ പ്രോൺസിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ പറയാമെന്ന് വെച്ചാൽ എപ്പോഴും ടൈഗർ പ്രോൺസ് നമ്മൾ എന്ത് സ്റ്റൈലിൽ പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മൾ ഈ നടുക്കുന്ന ഈ കീറുന്നത് നമ്മൾ ഫസ്റ്റ് വെയിൻസ് എടുക്കുക, പിന്നെ നമ്മൾ ഈ പൊളിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി അത് കുക്ക് ചെയ്യാൻ ഈസിയാണ്, പിന്നെ അതിൻ്റെ ഉള്ളിൽ മസാല പിടിക്കാനും ഈസിയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ എന്നെക്കാളും കൂടുതൽ ഫിഷിനെ പറ്റി അറിയുന്നത് എൻ്റെ ഹസ്ബൻഡാണ് വിനു ആണ്. രാവിലെ ഡെയിലി പോയി സോഴ്സ് ചെയ്യുന്ന ആള്. സോ വിനു, എന്താണ് ടൈഗർ പ്രോൺസിനെ പറ്റി പറയാനുള്ളത്? ടൈഗർ പ്രോൺസിന്റെ ഫ്രഷ്നെസ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകണമെന്ന് വെച്ചാൽ ഒന്ന് അതിൻ്റെ ഹെഡിൻ്റെ കളർ നോക്കി അറിയാൻ പറ്റും. ഈ ഹെഡിൻ്റെ കളറിൽ ഒരു ബ്ലാക്ക് ഒരു സ്റ്റെയിൻ പോലെ വരും. നല്ല ഡാർക്ക് ബ്ലാക്ക് വന്നാൽ ഒരിക്കലും അത് വാങ്ങിക്കരുത്, അത് കുറച്ച് മോശമായതാണ്. പിന്നെ അതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറും. അത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഫുഡിൻ്റെ ടേസ്റ്റിനും ഭയങ്കരമായിട്ട് ബാധിക്കും. പിന്നെ ഇതിൻ്റെ വെയിൻ മാക്സിമം നിങ്ങൾ എടുത്ത് കളയുക. ദാറ്റ് ഇസ് ഓൾവേസ് ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. ചിലവർക്ക് അത് പറ്റില്ല, അലർജിക്കാണ് ചിലവർ ആ വെയിനിൽ, ചിലവർക്ക് വയറുവേദന വരും. അപ്പോൾ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ആ വെയിൻ എടുത്ത് കളയുക എന്നുള്ളതാണ്. അപ്പോൾ ഫ്രഷ്നെസ് എപ്പോഴും ഒരു മസ്റ്റായിട്ട് കീപ്പ് ചെയ്യേണ്ട പ്രോൺസിൻ്റെ. കാരണം വെച്ചാൽ ഫ്രഷ് അല്ലെങ്കിൽ അത് പലവർക്കും പല ടൈപ്പ് അലർജീസ് വരും, ചിലവർക്ക് വയറിന് പിടിക്കത്തില്ല. അതുകൊണ്ട് ഓൾവേസ് ലുക്ക് യു ഗെറ്റ് എ ഫ്രഷ് പ്രോൺസ് എന്നുള്ളത്. പിന്നെ ഞാൻ ഇവനെ കൊണ്ടുവരാൻ കാര്യം എന്ന് വെച്ചാൽ ഇവൻ വളരെ ക്യാമറ ഷൈ ആയിട്ടുള്ള ഒരാളാണ്, എന്നെ പോലെ തന്നെയാണ്. അപ്പോൾ ആള് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ മസാലയുടെ കാര്യമൊക്കെ പറഞ്ഞത്. അവന് പറയാൻ ഒരു ടെൻഷൻ ഉള്ളതുകൊണ്ടാണ്. പറഞ്ഞോ, അടുത്ത ചെയ്തോ. മസാല ഇടാനായിട്ട് ഓരോ ചെമ്മീനെടുത്ത് ഓരോ ടൈഗർ പ്രോൺസും എടുത്ത് നമ്മൾ പുരട്ടി അത് ഉള്ളിലും ഒക്കെ നല്ലോണം മസാല പുരട്ടി വേണം എടുക്കാൻ. ഓവർ മസാലയും വരരുത്. ഓവർ മസാല ആയാലും കുത്തു വരും. ഞങ്ങൾ സാധാരണ ഇത് ചെയ്യാന്ന് വെച്ചാൽ മോർണിംഗ് ഒരു 10:30 ആകുമ്പോൾ തന്നെ ഈ അരപ്പൊക്കെ ഞങ്ങൾ പുരട്ടി വെക്കും. കാർത്തിയനിയിൽ ടൈഗർ പ്രോൺസിൽ അരപ്പൊക്കെ ഞങ്ങൾ ആദ്യമേ മാരിനേറ്റ് ചെയ്ത് വെക്കും. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറ്. അപ്പോൾ കൂടുതൽ അത് പിടിക്കും, അതിൻ്റെ ഉള്ളിൽ കയറും. പിന്നെ ടൈഗർ പ്രോൺസ് കാർത്തിനി സ്പെഷ്യൽ ഞങ്ങളൊരു സ്പെഷ്യൽ പ്രിപ്പറേഷനാണ് അത് തേങ്ങയൊക്കെ വറുത്ത് ഫ്രൈ ചെയ്ത്, അത് അത്ര സ്പൈസ് ലെവലൊക്കെ ഭയങ്കര കുറവാണ് അതിൽ. അത് പിള്ളേർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണത്, കാർത്തിനി സ്പെഷ്യൽ ടൈഗർ പ്രോൺസ്. പിന്നെ ഫ്രൈ ചിലവർ നിർബന്ധമായി, ഞാൻ ഇഷ്ടംപോലെ പാർസൽ ഞങ്ങൾക്ക് ഓർഡർ വരാറുണ്ട്, അപ്പോൾ ഒക്കെ ഞാൻ മാരിനേറ്റ് ചെയ്ത് കൊടുത്ത് വിടാറുണ്ട്. അപ്പോൾ അവർ അവിടെ നിന്ന് ആവശ്യമില്ല, അപ്പോൾ ഈവനിങ് ആണെങ്കിലും ഉച്ചക്കാണെങ്കിലും അവർ ആവശ്യമില്ല, അപ്പോൾ അവർ തന്നെ പൊരിച്ച് കഴിക്കും. പക്ഷെ ഞാൻ മാരിനേറ്റ് ചെയ്ത് ഞാൻ കൊടുത്ത് വിടാറുണ്ട്. ചൂടോടെ കഴിച്ചാൽ അതിന്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ആ ചൂട് പോയാൽ അതിന്റെ ഫ്ലേവർ പോകും. ഇനി അത് ഫ്രൈ ചെയ്യാം നമുക്ക്. അത് നമ്മൾ ഭയങ്കര ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യണ്ട. അതെ, തീ കത്തിച്ചു. നമ്മൾ ഇനി ഫ്രൈങ് പാനിൽ എണ്ണ ഒഴിക്കുകയാണ്. എണ്ണയിൽ മുങ്ങിക്കിടക്കേണ്ട ആവശ്യമില്ല. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം, 2 പച്ചമുളക് ഇടാം. ഓരോ പ്രോൺസ് ഓരോന്നായിട്ട് നിരത്തിയിട്ട് കൊടുക്കാം. ഞങ്ങൾ ചില സാറ്റർഡേ സൺഡേ ഒക്കെ ഞങ്ങൾ 1000 മീൽസ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു 4.5 hours ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക,
ഒരു ടാസ്ക് ആണ്. നമ്മളെന്ന് വെച്ചാൽ അത്രയും ഫാസ്റ്റ് ആയിരിക്കണം. അത് അത്രയും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് സെർവ് കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ച് മാത്രമാണ് ഇപ്പോൾ സെർവ് ചെയ്യണം. അപ്പോൾ ഈ ലഞ്ച് മാത്രം സെർവ് ചെയ്യുമ്പോൾ വി മേക്ക് ഷുവർ ഞങ്ങളുടെ ഒരു ടേബിൾ ഒരു 20 മിനിറ്റ്സിനുള്ളിൽ ഒരു കസ്റ്റമർ കയറി അടുത്ത കസ്റ്റമറെ ഞങ്ങൾക്ക് ഇരുത്താൻ പറ്റണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ വെയിറ്റിംഗ് കൂടും, ആൾക്കാർ തിരിച്ചു പോവും, പിന്നെ അതൊരു കംപ്ലൈൻ്റ് ആയി മാറും. അപ്പോൾ ഞങ്ങൾ അത് മാക്സിമം എത്രയും പെട്ടെന്ന് ഒരു കസ്റ്റമറിനെ കഴിപ്പിച്ച് വിടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ടാസ്ക്. ആ ടാസ്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഷെഫിൻ്റെ കിച്ചൺ ടീമാണ് അത് കൺട്രോൾ ചെയ്ത് നോക്കണത്. അവർ അതുപോലെ കറക്റ്റ് ചെയ്ത് പോയില്ലെങ്കിൽ എല്ലായിടത്തും ഡിലേ വരും. കിച്ചണിൽ ഡിലേ വന്നാൽ അവർക്ക് ഇരിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. അത്രയും ഫാസ്റ്റ് ആയിട്ട് ടേബിൾ മൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് അത്രയും മീൽസ് കൊടുക്കാൻ പറ്റുള്ളൂ. കിച്ചണിൽ നിന്ന് ഒരു ടേബിളിലെ ഫുഡ് ഡിലേ ആയാൽ ആ എൻറ്റയർ സ്ട്രെച്ച് ഡിലേ വരും. അപ്പോൾ ഒരു ടേബിൾ ഒരു 5 മിനിറ്റ്സ് ഡിലേ വന്നാൽ പിന്നെ ആ വെയിറ്റിംഗ് പീരീഡ് അത് 20 മിനിറ്റ്സ് 30 മിനിറ്റ്സ് 40 മിനിറ്റ്സ് ഇങ്ങനെ നീണ്ടു പോകും. അപ്പം വി മേക്ക് ഷുവർ എത്രയും പെട്ടെന്ന് ആ ടേബിളിൽ ഫുഡ് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ചെയ്യണമെന്ന് വെച്ചാൽ ആ ടേബിളിലേക്ക് ഗസ്റ്റ് വരുമ്പോൾ തന്നെ അതിന് മുമ്പേ ഞങ്ങൾ ഓർഡർ എടുക്കും. അവർക്ക് ആ ടേബിൾ അലോട്ട് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ ഓർഡേഴ്സ് എടുക്കും. അപ്പോൾ അവർ വന്ന് ഇരിക്കുമ്പോൾ തന്നെ ഫുഡ് ആ ചൂടോടെ അവർക്ക് ചെല്ലണ രീതിയിലാണ് ഞങ്ങളിപ്പോൾ കറക്റ്റ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ ടൈഗർ പ്രോൺസ് ഓൾമോസ്റ്റ് കുക്കായി. ഇത് ഭയങ്കരമായിട്ട് കുക്ക് ചെയ്യണ്ട. കാര്യം നമ്മുടെ നാട്ടിലെല്ലാവരും ടൈഗർ പ്രോൺസ് മൊരിയിച്ച് കളയും, ഭയങ്കര റബ്ബർ പോലെ ആക്കി കളയും. ഒരിക്കലും അത്ര ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. മാക്സിമം ഒരു 2 മിനിറ്റ്സ് 2 to 3 മിനിറ്റ്സ് അതിന് മേളിൽ ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ മാത്രമേ ഇത് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. ഇപ്പോൾ ആയിട്ടുണ്ട് നമ്മുടെ ടൈഗർ പ്രോൺസ്. ഇനി വേണമെങ്കിൽ നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതാണ് ഞങ്ങളുടെ കാർത്തേനിയുടെ കേരള സ്റ്റൈൽ ടൈഗർ പ്രോൺസ് ഫ്രൈ. അപ്പോൾ നിങ്ങൾ എല്ലാവരും വരിക, ട്രൈ ചെയ്യുക. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ സൈനിങ് ഓഫ് ഫ്രം കാർത്തേനീസ് കിച്ചൺ. ബൈ.